എങ്ങുമെത്താതെ കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം. മന്ത്രി റോജി എം ജോണിന് മുൻപിൽ പൊട്ടിക്കരഞ്ഞ് രണ്ടാം റാങ്കുകാരി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തേച്ചാൽ മതി സാറി. 26 മാനേജിംഗ് പോസ്റ്റ്. ഞങ്ങൾ അവിടെ 2.5 വർഷം റാങ്ക് ലിസ്റ്റ് ഉള്ളപ്പോഴാണ് അവിടെ സമരം കിടക്കുന്നത്. ഒരു സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എറർ കാരണം ഒരു ജനറേഷൻ ഫുള്ളും അത് അനുഭവിക്കേണ്ടി വന്നു. ഞാൻ നോക്കിക്കോളാം. നമ്മളിത് പരമാവധി നമ്മൾ നോക്കുന്നുണ്ട്. നമ്മള് ഏതൊക്കെ തരത്തിൽ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്നും പരമാവധി ആളുകളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കാം കേട്ടോ. പാലക്കാട് ജില്ലയിലെ രണ്ടാം റാങ്കുകാരിയായ ഉദ്യോഗാർത്ഥിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിന് മുൻപിൽ പൊട്ടിക്കരഞ്ഞത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ സംഭവം. പഠിച്ച് പരീക്ഷ എഴുതി പാലക്കാട് ജില്ലയിൽ രണ്ടാം റാങ്ക് നേടിയിട്ടും യുവതിക്ക് ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല. പാലക്കാട്ടെ സെക്കൻഡ് ടോപ്പർ ആവാൻ ഞാനെടുത്ത കഷ്ടപ്പാട് സാറിന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് യുവതി മന്ത്രിക്ക് മുൻപിൽ പൊട്ടിക്കരയുകയായിരുന്നു. തങ്ങളെ നിയമിക്കേണ്ട ഒഴിവുകളിലേക്ക് മുൻ LDF സർക്കാർ അധിക തസ്തികക്കാരെ നിയമിച്ചതാണ് തങ്ങൾക്ക് ജോലി ലഭിക്കാതിരിക്കാൻ കാരണമായതെന്ന് ഉദ്യോഗാർത്ഥി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് പാലക്കാട്. നമസ്കാരം. 2026 പകുതിയില് ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ഒന്നാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ സെക്കൻഡ് പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.